नमस्ते बच्चों। पिछले क्लास में हम एक डायरी पढ़ा था, जिस गली में मैं रहता हूँ। क्या है डायरी का नाम? जिस गली में मैं रहता हूँ। और किसने लिखा ये डायरी? मिर्ज़ा गालिब ने लिखा। किसने लिखा? मिर्ज़ा गालिब ने लिखा। और इसका अनुवादक कौन है? डॉक्टर कैलाश नारद। कौन है? डॉक्टर कैलाश नारद। यह एक ഉറുദു ഡയറി है. ഉറുദു ഭാഷയിൽ എഴുതിയൊരു ഡയറിയാണ്. അപ്പോൾ ഇതിനെ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ കൈലാഷ് നാരദാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു അല്ലേ? എന്താണ്? ഏക ഐതിഹാസിക് ദസ്താവേസ് ഹെ, അതായത് ഒരു ഇതിഹാസപരമായിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ ഡയറി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളും ലഹളകളും അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യർ അനുഭവിച്ച ദുരവസ്ഥയുമെല്ലാം ഈ ഒരു ഡയറിയിൽ ആര് ചിത്രീകരിക്കുന്നുണ്ട്? മിർസ ഗാലിബ് ചിത്രീകരിക്കുന്നുണ്ട്. അദ്ദേഹം നേരിൽ കണ്ട കാഴ്ചകളാണ് ഈ ഡയറിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഭാഗം പഠിച്ചു നിർത്തി. അപ്പോൾ ബാക്കി നമുക്ക് പഠിക്കാം. പേജ് നമ്പർ 33. मेरे पड़ोस में एक गरीब औरत मेहरुनिसा रहती है. उसके पति की मौत को 7 साल हुए हैं. अकेली औरत दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती थी. लेकिन जब घर ही नहीं रहे, बस्ती की बस्तियाँ जला दी गई, तो मेहरुनिसा काम न मिलने से भूख को मरने लगी. आज उसके यहाँ मैंने 10 रोटियाँ पहुँचाई. दूसरी जो 10 रोटियाँ बची, उससे मेरे दोनों बेटों और नौकरों का काम चला. मेरे हिस्से में 1.5 रोटी आई. फिर भी तसल्ली थी कि मेरी रोटियों से मेहरुनिसा और उसकी 2 बेटियाँ की भूख तो बुझी. मेरा क्या, मेरी तो भूखा रहने की आदत ही हो गई है. मेरा पड़ोसी हीरा सिंह एक नौजवान है. वह मुझे हिम्मत बांधाता है. तो पहला पैराग्राफ देखें तो आधे पैराग्राफ നമുക്ക് നോക്കാം. ओके, അത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫ് നോക്കാം. അപ്പോൾ पहला पैराग्राफ में क्या बोल रहे हैं? हाँ, ഇവിടെ എന്താണ് പറഞ്ഞത്? मेरे पड़ोस में एक गरीब औरत मेहरुनिसा रहती थी. पड़ोस क्या है? पड़ोस നെയ്ബർ ആയിട്ടുള്ള അല്ലെങ്കിൽ അയൽക്കാരിയായിട്ടുള്ള. മേരെ പഡോസ് മെയിം, എൻ്റെ അയൽവക്കത്ത്. പഡോസ് ക്യാ ഹെ? എൻ്റെ അയൽവക്കത്ത്. एक गरीब औरत, ഒരു ദരിദ്രയായിട്ടുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. മെഹറുനിസ क्या है उसका नाम? उसकी नाम क्या है? मेहरुनिसा. मेरे पड़ोस में एक गरीब औरत मेहरुनिसा रहती थी. उसके पति की मौत को 7 साल हुए हैं. അപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. അക്കേലി ഔറത്ത്, ഒറ്റയ്ക്കേ ഉള്ളൂ. അവരുടെ ഭർത്താവ് മരിച്ചുപോയ. दूसरों के घर में झाड़ू लेकर किसी तरह से अपनी गुजर बसर करती थी. മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ട് അവരുടെ മുറ്റമടിക്കുകയും മറ്റു ജോലികളിലും ഒക്കെ ചെയ്തിട്ടാണ് ഇവർ തൻ്റെ നിത്യവൃത്തിക്കുള്ള ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. लेकिन जब घर ही नहीं रहे, बस्ती की बस्तियाँ जला दी गई, तो मेहरुनिसा काम न मिलने से भूखों मरने लगी. പക്ഷേ ഇപ്പോൾ വീടുകളില്ല, മുറ്റങ്ങളില്ല. അത് കാരണം അപ്പോൾ അവർക്ക് എന്തില്ല? ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു ബസ്തിക്ക് ബസ്തിയം ജലാതി, അതുപോലെ തന്നെ ചേരികളെല്ലാം എന്ത് ചെയ്യപ്പെട്ടു? തീയിലമർന്നു. അത് കാരണം അവർക്ക് എന്തില്ല? ജോലി എങ്ങനെ തന്നെ ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു? വിശന്ന് മരിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ, വിശപ്പ് കാരണം മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം എത്തി. ആജ് ഉസ്കെ യഹാ मैंने 10 रोटियाँ पहुँचाई. ഇന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് 10 റൊട്ടി കൊണ്ട് കൊടുത്തു. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ അവർ റൊട്ടി, ചപ്പാത്തി ഇങ്ങനെയൊക്കെയുള്ള ഫുഡാണ് അവർ കഴിക്കുക. ഗോതമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ. അപ്പോൾ 10 റൊട്ടിയാണ്, 10 റൊട്ടി എന്ത് ചെയ്തു? മെഹറുനിസയ്ക്ക് കൊണ്ടു കൊടുത്തു. आज उसके यहाँ मैंने 10 रोटियाँ पहुँचाई. दूसरी जो 10 रोटियाँ बची, उससे मेरे दोनों बेटों और नौकरों का काम चला. അപ്പോൾ എനിക്ക് 20 റൊട്ടി കിട്ടി. അതിൽ 10 റൊട്ടി ഞാൻ മെഹറുനിസയ്ക്ക് കൊടുത്തു. ബാക്കി 10 റൊട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എൻ്റെ 2 മക്കളും പിന്നെ ജോലിക്കാരുണ്ട്, അവർക്കും കൊടുത്തു. എന്നിട്ടോ മേരെ ഹിസ്സേ മേ 1.5 റൊട്ടി ആയി. അപ്പോൾ എൻ്റെ ഭാഗം, എനിക്കുള്ള റൊട്ടി കിട്ടി. എനിക്ക് 1.5 रोटी आई. 1.5 रोटी माने क्या है? 1.5 ഭാഗം റൊട്ടി എനിക്ക് കിട്ടി. फिर भी तसल्ली थी कि मेरी रोटियों से मेहरुनिसा और उसकी 2 बेटियों की भूख तो बुझी. അപ്പോൾ എനിക്ക് ആശ്വാസമായി, കാരണം എനിക്ക് വളരെയധികം ഞാൻ സംതൃപ്തനാണ്. തസല്ലി ഹുയി, സംതൃപ്തനാണ് ഞാൻ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് കിട്ടിയ റൊട്ടി കൊണ്ട് ഞാൻ മറ്റൊരാളുടെ വിശപ്പിനെ എന്ത് ചെയ്തു? കെടുത്തി. മെഹറുനിസയും അവരുടെ 2 മക്കളുടെയും വിശപ്പിനെ അകറ്റാൻ എനിക്ക് കഴിഞ്ഞു. മേരാ ക്യാ, എനിക്കെന്താ? മേരി തോ ഭൂക്കാ രഹനെ കി ആദത് ഹി ഹോ ഗയി ഹെ. എനിക്കാണെങ്കിൽ വിശന്നിരുന്ന് നല്ല ശീലമുണ്ട്. അപ്പോൾ എനിക്ക് ആഹാരം കഴിച്ചില്ല എന്ന് വെച്ചിട്ട് എനിക്കെന്താ? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല.
तो अगला पैराग्राफ। मेरा पड़ोसी हीरा सिंह एक नौजवान है, वह मुझे हिम्मत बंधाता है। इस आधे वीरान और आधे आबाद शहर में शिवजी राम भी तो है, जो मुझसे कहते हैं कि मुसीबत के ये दिन कभी न कभी तो ख़त्म होंगे। उनका लड़का बालमुकुंद मुझे अपने पिता की तरह चाहता है। जब मैं बीमार पड़ा, बालमुकुंद अंग्रेज सिपाहियों की नज़रों से बचते बचाते एक हकीम को मेरे पास ले आया। हकीम की दवा से मेरी जान बची। मुझे ज़िंदगी बालमुकुंद की मदद से ही वापस मिली। दूर के दोस्तों में मेरठ के हरि गोपाल तुफ्ता है, वे शायरी करते हैं। उन्होंने मुझे अपने घर मेरठ से नकद रुपया भेजा है। गेहूं की कुछ बोरियों भी तुफ्ता के आदमी मेरे घर रख गए हैं। उन्होंने कहला भेजा है कि मैं फिक्र न करूं, वे मेरी मदद हर किस्म से करते रहेंगे। सो दूसरा पैराग्राफ में मिर्ज़ा गालिब ने ये बोलती है, मेरा पड़ोसी ഹീരാ സിംഹ് एक നൗജവാൻ है. അപ്പോൾ എൻ്റെ മറ്റൊരു അയൽക്കാരനുണ്ട്, അയാളുടെ പേര് ഹീരാ സിംഗ് എന്നാണ്. അദ്ദേഹം എന്താണ്, നൗജവാൻ ഹെ, ഒരു യുവാവാണ്, നല്ല ആരോഗ്യമുള്ള ഒരു യുവാവ്. വഹ് മുझे ഹിമ്മത്ത് ബന്ധാത്താ ഹെ, അവൻ എനിക്ക് എപ്പോഴും ധൈര്യം തരുമായിരുന്നു. അവനിങ്ങനെ വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കെന്താ, ഞാൻ വളരെയധികം അവൻ്റെ വാക്കുകളിൽ കൂടുതൽ ഊർജ്ജസ്വലനാവുകയും എനിക്ക് ധൈര്യം എന്തോ കിട്ടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ സാധേ വീരാൻ ഔർ ആധേ ആബാദ് ഷഹർ മേ ശിവജി രാം ഭി തോ ഹെ. ഈ വിജനമായിട്ടുള്ള ഈ ജനസംഖ്യ കുറഞ്ഞ, അല്ലെങ്കിൽ ജനസംഖ്യ കുറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ, ലക്ഷക്കണക്കിന് ആൾക്കാരെ തൂക്കിലേറ്റി കൊലപ്പെടുത്തി എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ദില്ലിയിൽ ഉണ്ടാകുള്ളൂ എന്ന് മിർജാ ഗാലിബ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആരവങ്ങളൊക്കെ ഒഴിഞ്ഞ ഈ വിജനമായ ഈ സ്ഥലത്ത് ശിവജി രാം ഭി ഹെ, ശിവജിയും രാമും ഉണ്ട്. അവർ എന്നോട് പറയും, ജോ മുസ്സെ कहते हैं, അവർ എന്നോട് പറയുമായിരുന്നു, മുസീബത്ത് കെ ഏദിൻ കഭി ഖതം ഹോങ്കെ. ഈ ബുദ്ധിമുട്ടുകളുള്ള, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ, ഈ പ്രക്ഷുബ്ധമായ ഈ ഒരു സാഹചര്യം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ മാറുക തന്നെ ചെയ്യും. ഉൻകാ ലഡ്ക ബാൽമുകുന്ദ് മുझे अपने पिता की तरह चाहता है. അപ്പം ഈ നമ്മുടെ ഹീരാ സിംഹിന് ഒരു മകനുണ്ട്. ഹീരാ സിംഹിൻ്റെ മകൻ്റെ പേരാണ് ബാൽമുകുന്ദ്. ക്യാ ഹെ, ബാൽമുകുന്ദ്. ഹീരാ സിംഹ് കാ പുത്ര കാ നാം ബാൽമുകുന്ദ്. അവൻ്റെ മകനാണ് ബാൽമുകുന്ദ്. അവൻ എന്നെ ഒരു അച്ഛനെ പോലെയാണ് കണ്ടിരുന്നത്. അവൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് എന്നെയും അവൻ സ്നേഹിച്ചിരുന്നത്. जब मैं बीमार पड़ा, बालमुकुंद अंग्रेज सिपाहियों की नज़रों से बचते बचाते एक हकीम को मेरे पास ले आया. ഒരിക്കൽ എനിക്ക് അസുഖം വന്നു. ബീമാർ പട എന്ന് വെച്ചാൽ എന്താണ്, രോഗിയായി. ആ രോഗിയായ ഒരു അവസ്ഥയിൽ എന്താണ്, ഞാൻ മരിക്കും എന്നൊരവസ്ഥ വരെ വന്നു. ആ സമയത്ത് ബാൽമുകുന്ദ് എന്ത് ചെയ്തു, അംഗ്രേസ് സിപ്പാഹിയോ കോ നസറോം സെ ബസ്തേ ബസാത്തെ, ഈ ബ്രിട്ടീഷുകാരായിട്ടുള്ള സിപ്പാഹി എന്ന് വെച്ചാൽ സോൾജിയേഴ്സ്, അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് എന്ത് ചെയ്തു, കണ്ണ് വെട്ടിച്ചു. അവിടെ നിന്ന് പോയിട്ട് ഒരു വൈദ്യൻ, ഹക്കീം കോൻ ഹെ, ഫിസിഷ്യൻ വൈദ്യൻ, ഒരു വൈദ്യനെ എന്ത് ചെയ്തു, മേരെ പാസ് ലേ ആയ, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹക്കീം കി ദവാ സെ മേരി ജാൻ ബച്ചി. ഹക്കീം കി ദവാ സെ, ആ വൈദ്യൻ തന്ന മരുന്ന് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു. മുझे ജിന്ദഗി ബാൽമുകുന്ദ് കി മദദ് സെ ഹി വാപ്പസ് മിലി. എൻ്റെ ജീവിതം, ജിന്ദഗി മാനെ ജീവിതം, ലൈഫ്, എൻ്റെ ജീവിതം ബാൽമുകുന്ദ് കി മദദ് സെ, അവൻ്റെ സഹായത്തോടെ, മദദ് മാനെ ഹെൽപ്പ്, അവൻ്റെ സഹായത്തോടെ എനിക്ക് വാപ്പസ് മിലി, തിരിച്ചു കിട്ടി. ദൂർ കെ ദോസ്തോ മേ മേരഠ് കെ ഹരിഗോപാൽ തുഫ്ത ഹെ. അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ വളരെ ദൂരത്തായിട്ടൊരു സുഹൃത്തുണ്ട് മേരട്ടിൽ. അവൻ്റെ പേര് ക്യാ ഹെ, തുഫ്ത, ഹരിഗോപാൽ തുഫ്ത. അവൻ്റെ പേരെന്താണ്, ഹരിഗോപാൽ തുഫ്ത എന്നാണ്. ഓക്കെ, ദൂർ കെ ദോസ്തോ മേ മേരഠ് കെ ഹരിഗോപാൽ തുഫ്ത ഹെ, വേ ഷായരി കർത്തെ ഹെ. അവനും എന്നെ പോലെ തന്നെയാണ്. എന്താണ് ഷായരി കർത്തെ ഹെ, ഷായർ ക്യാ ഹെ, ഷായർ മാനെ പോയറ്റ്, ഷായരി കവിത. ഓക്കെ, ഷായർ പോയറ്റ്, അവനും എന്നെപ്പോലൊരു കവി തന്നെയാണ്. ഉन्होंने मुझे अपने घर मेरठ से नकद रुपया भेजा है. അപ്പോൾ അവൻ എന്ത് ചെയ്തു, എൻ്റെ ഇവിടുത്തെ അവസ്ഥ അവൻ അറിയാം, ഈ ദില്ലിയിലെ അവസ്ഥ രാജ്യമൊട്ടും അറിഞ്ഞ സ്ഥിതിക്ക് അവൻ എന്ത് ചെയ്തു, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ, നക്കത് മാനെ കയ്യിലുള്ള, അവൻ്റെ കയ്യിലുള്ള റുപ്പയ, പൈസ എനിക്ക് അയച്ചു. ഭേജ മാനെ അയക്കുക, ടു സെൻഡ്, അയച്ചു. गेहूं की कुछ बोरियां भी तुफ्ता के आदमी मेरे घर रख गए हैं. അപ്പോൾ അത് മാത്രമല്ല, ഗേഹു മാനെ ഗോതമ്പ്, വീറ്റ്, ഗോതമ്പിൻ്റെ കുറച്ച് ഗോതമ്പ് ചാക്കുകളും കൂടി എന്ത് ചെയ്തു, അവൻ ബോരിയാം സാക്സ്, ചാക്കുകെട്ടുകളും കൂടി അവൻ്റെ ആൾക്കാർ, തുഫ്ത കെ ആദ്മി, തുഫ്തയുടെ സുഹൃത്തുക്കൾ, ആൾക്കാർ
എന്ത് ചെയ്തു? മേരെ ഘർ രഖേ, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തന്നു. ഉന്നോനെ കഹല ഭേജാ ഹേ കി മേ ഫിക്ര ന കരൂ, അപ്പോൾ അവൻ ആഗ്രഹിച്ചത് ഞാൻ ഒരിക്കലും വിഷമിക്കരുത്, ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ ഒരിക്കൽ പോലും ആഹാരമില്ല അല്ലെങ്കിൽ പൈസ ഇല്ല എന്നൊരു വിഷമസ്ഥിതി എനിക്ക് ഉണ്ടാകരുത് എന്ന് അവൻ കരുതി. അപ്പോൾ എത്ര നല്ല സുഹൃത്താണല്ലേ, തൻ്റെ സുഹൃത്തിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ് കഷ്ടപ്പാടറിഞ്ഞ് അവന് വേണ്ടുന്ന സഹായം ചെയ്യുന്ന, അങ്ങനെ വേണം സുഹൃത്തുക്കളായാൽ അല്ലേ. ഉന്നോനെ കഹല ഭേജാ ഹേ കി ഫിക്ര ന കരൂ, ഞാൻ വിഷമിക്കരുതെന്ന് കരുതി, വിഷമിക്കരുത് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? എനിക്ക് അവൻ ഇതെല്ലാം തന്നു. വി മേരി മദദ് ഹർ കിസ്മ സെ കർത്തെ രഹേംഗെ, അവൻ എന്നെ പല രീതിയിലും സഹായിച്ചു. ഹർ കിസ്മ മാനെ വെറൈറ്റി, ഏത് രീതി അല്ലെങ്കിൽ കൈൻഡ്, ഡിഫറെൻറ്റ് വേയ്സ്, പല വിധത്തിലും അവൻ എന്നെ സഹായിച്ചു. ഈ ബാത്തേം ജിൻകാ ലിഖന ജറൂറി നഹി ഥാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ലിഖന ജറൂറി നഹി ഥാ, എഴുതേണ്ട ആവശ്യകതയില്ലായിരുന്നു. ജറൂരി മാനെ ആവശ്യകത ഉണ്ടായിരുന്നില്ല. സിർഫ് ഇസ്ലിയെ ലിഖി, പക്ഷെ ഞാൻ ഇത് ഇവിടെ എഴുതുന്നത് ഇതുകൊണ്ട് മാത്രമാണ്, സിർഫ് ഇതുകൊണ്ട് മാത്രം. ലിഖി കി ഇൻ ലോഗോं की ദരിയാദിലി ക്യാ ഹേ, ദരിയാദിലി മാനെ ഉദാരമായ ആ ഒരു മനസ്സ്, ദരിയാദിലി ഉദാരമായ ഒരു മനസ്സ്. और ईमानदार और हमदर्दी का शुक्रिया अदा हो जाए, हमदर्दी ഓൾസോ എന്താണ് ഒരു സ്നേഹം, സിമ്പതി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവൻ എന്നോട് തോന്നിയ ഒരു സ്നേഹം, ഒരു കരുണ, ഒരു ദയ, ഒരു സിമ്പതി, അതിൻ്റെയൊക്കെ എന്താണ് അതിനൊക്കെ പകരമായിട്ട് എൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല, പിന്നെയോ നന്ദി മാത്രം. ശുക്രിയ അദാ കർനാ ചാഹിയെ, ശുക്രിയ ക്യാ ഹേ, ശുക്രിയ മാനെ നന്ദി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു നന്ദി, ഒരു സ്മരണ, ആ ഒരു സൂചകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ആരുടെ പേര് എഴുതിയത്? ഹരിഗോപാൽ തുഫ്തയുടെ പേര് ഇവിടെ എഴുതിയത്, അദ്ദേഹം ചെയ്ത കാര്യം ഇവിടെ എഴുതിയത്. രാത് കോ ചിരാഗ് നഹീം ജൽത്തെ, അപ്പോൾ വീടുകളിലൊന്നും രാത്രി വിളക്കുകൾ കത്താറില്ലായിരുന്നു. ദിൻ മെയിൻ ചൂൽഹെ നഹീ സുൽഗത്തെ, അതുമാത്രമല്ല രാത്രി വിളക്കുകൾ മിന്നാറില്ല അല്ലെങ്കിൽ തെളിയാറില്ല, അതുപോലെ തന്നെ രാത്രി വിളക്കുകൾ തെളിയാറില്ല, അതുപോലെ തന്നെ പകലും അടുപ്പുകളൊന്നും കത്താറുമില്ലായിരുന്നു, പുകയാറുമില്ലായിരുന്നു അല്ലേ. അപ്പോൾ എന്താ കാര്യം? ദിൻമേ ചൂൽഹെ മാനെ അടുപ്പ്, ചൂൽഹെ നഹീം സുൽഗത്തെ, അടുപ്പ് എരിയാറില്ലായിരുന്നു, പുകയാറില്ലായിരുന്നു. जब अनाज ही नहीं है तो चूल्हे कहाँ से चले, അപ്പം ജബ് അനാജ് ഹി നഹീം, ഉൻകെ പാസ് കോയി അനാജ് ഹി നഹീം, അവരുടെ കയ്യിൽ എന്തില്ല? അനാജ്, ധാന്യം. അനാജ് ക്യാ ഹേ, ധാന്യം പോലും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അടുപ്പ് പുകയുന്നത് അല്ലേ? എന്തെങ്കിലും വേവിക്കാൻ എന്തെങ്കിലും ധാന്യങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ അടുപ്പിൽ പുക വരുള്ളൂ, അല്ലെങ്കിൽ അടുപ്പ് എരിയത്തുള്ളൂ. അപ്പം അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മക്കാനോ കെ മാലിക് മാർ ഡാലേഗേ, അതുമാത്രമല്ല മക്കാനോ കെ മാലിക്, വലിയ വലിയ കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? കൊല്ലപ്പെട്ട് കഴിഞ്ഞു. മാർ ഡാലേഗേ, എല്ലാവരും മരിച്ചു തുടങ്ങി. വേ ഹോത്തെ തോ ഘറോമേ ഗല്ല പാനി ആത്ത, അവരുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവിടേക്ക് എന്തുണ്ടാവും? വലിയ മുതലാളിമാരുടെ വീട്ടിലായിരുന്നു അന്ന് പാവപ്പെട്ട ആൾക്കാർ ജോലി ചെയ്തിട്ടുണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഈ മുതലാളിമാരൊക്കെ മരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഈ ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് ജോലിയുണ്ടോ? ഇല്ല. അപ്പോൾ അവരുണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തോ ഖറോമെ ഗല്ലാമാനെ ആട്ടിൻകൂട്ടം, ഗല്ല ക്യാ ഹേ, ആട്ടിൻ്റെ കൂട്ടമാണ് കേട്ടോ, ആട്ടിൻകൂട്ടം, ആട്ടിൻകൂട്ടം. ഖറോമെ ഗല്ല പാനി ആത്ത, അപ്പോൾ ഒന്നുകിൽ അവിടെ ആട്ടിൻകൂട്ടവും അല്ലെങ്കിൽ വെള്ളം, അവർക്ക് കഴിക്കാനുള്ള ഫുഡോ വെള്ളവും ജലം ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താണ്, ഈ ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരെ എല്ലാം കൊന്നൊടുക്കി, പണം ഉണ്ടായിരുന്നവരെല്ലാം അല്ലെങ്കിൽ മുതലാളിമാരെ എല്ലാം കൊന്നൊടുക്കി. അവർക്ക് പണക്കാരെന്നോ ദരിദ്രരൊന്നുമില്ല, എല്ലാവരെയും അവരെന്ത് ചെയ്തു? കൊന്നൊടുക്കാൻ തുടങ്ങി. ഗാലിബ് ജിസ്കെ ഇസ് ഷഹർ മേ ഹസാരോ ദോസ്തേ, നമ്മുടെ ഗാലിബിന് ഈ പട്ടണത്തിൽ, അതായത് അദ്ദേഹം ഇവിടെ താമസിച്ച ദില്ലിയിൽ അല്ലേ, ആ പട്ടണത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, ദോസ്തേ. और इस तन्हाई और अकेलापन में सिर्फ अपनी कलम के सहारे ही जिंदा बिच रह गया है. അപ്പോൾ ഇപ്പോഴെന്താണ്, അദ്ദേഹത്തിന് സുഹൃത്തുക്കളുണ്ടോ? ഇല്ല. ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ സുഹൃത്തുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ കാണാനോ ഒക്കെ പറ്റുമോ? ഇല്ല. കാരണം ബ്രിട്ടീഷുകാരാണെങ്ങും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവരെന്ത് ചെയ്യും? വെട്ടിക്കൊല്ലുകയോ വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ആരും തന്നെ ഇല്ല സുഹൃത്തുക്കളായിട്ട്. സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ആരും തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? അദ്ദേഹത്തിൻ്റെ കലം ക്യാ ഹേ, പെൻ, അദ്ദേഹത്തിൻ്റെ പേന മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് സുഹൃത്തായിട്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? പേന വെച്ചിട്ട് കവിതകൾ എഴുതും, ഇതുപോലെ ഡയറി എഴുതും. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലുള്ള സാഹിത്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ സുഹൃത്തുക്കൾ. ഉസ്കെ സാരെ ദോസ്ത് ഏക്
ഏക്ക് ഏക്ക് കർ മാർ ഡാലെ ഗയെ. അദ്ദേഹത്തിൻ്റെ ഓരോ സുഹൃത്തുക്കളും ഒന്നൊന്നായി മരിച്ചു തുടങ്ങി. മേരി ആത്മാമേ അബ് കേവൽ ദുഃഖി ദുഃഖേ. അപ്പം എൻ്റെ മനസ്സിൽ അദ്ദേഹം പറയാണ്, എൻ്റെ മനസ്സിലിപ്പോൾ ദുഃഖം മാത്രമേ ഉള്ളൂ. സന്തോഷിക്കാനുള്ള ഒരു കണിക പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുഃഖം മാത്രം. മേ അപ്നാ ബിസ്തർ ഓർ കപ്പടെ ബേച്ച് ബേച്ച് കർ ജിന്ദഗി ഗുസാർ രഹാ ഹൂം. ഞാൻ എൻ്റെ തുണികളും എൻ്റെ ബിസ്തർ, എൻ്റെ കിടക്കകളും എൻ്റെ തുണികളും ഒക്കെ വിറ്റാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്? ജിന്ദഗി ഗുസാർ രഹാഹും, ജിന്ദഗി എൻ്റെ ജീവിതം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ജീവിച്ച് തീർക്കുന്നത്. ദൂസറേ ലോഗ് ജിസ് തരഹ് സെ റൊട്ടിയാ ഖാത്തെ ഹേ മേ കപ്പടെ ഖാ രഹാഹും. മറ്റുള്ള ആൾക്കാർ റൊട്ടി കഴിക്കുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ വസ്ത്രമാണ് കഴിക്കുന്നത്. ഡർത്താ ഹൂ കി ജബ് സബ് കപ്പടെ ഖാലൂങ്ക. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വസ്ത്രം കഴിക്കുന്നു എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. അദ്ദേഹം വസ്ത്രം വിറ്റു, അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹം ആഹാരം കഴിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും വസ്ത്രം കഴിക്കുന്നു എന്നുള്ള മീനിങ് അല്ല ഇവിടെ വരുന്നത്. ഓക്കെ. ഡർത്താഹും, എനിക്ക് പേടിയാകുന്നുണ്ട്. കി ജബ് സബ് കപ്പടെ ഖാലൂങ്ക, എല്ലാ വസ്ത്രങ്ങളും ഞാൻ കഴിക്കുകയാണെങ്കിൽ നങ്കാഹി ഭൂക്ക മർജാവുങ്ക, ഞാൻ എങ്ങനെ മരിക്കേണ്ടി വരും? നങ്ക മാനെ നഗ്നനായിട്ട്, നേക്കഡായിട്ട്. അപ്പോൾ ഞാൻ നഗ്നനായിട്ട് മരിക്കേണ്ടി വരും എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിരിപ്പുകളൊക്കെ വിറ്റ് തീരുകയാണെങ്കിൽ പിന്നീട് എന്താണ്, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾക്ക് മുൻപ് ജീവിച്ചു മരിച്ചവർ എന്തുമാത്രം കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു പാഠം, ഈ ഒരു ഡയറി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അല്ലേ? അപ്പം അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാട്, അദ്ദേഹം ഒരു കവി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അവിടെ രക്ഷപ്പെട്ടത്. നമ്മുടെ ആ ഒരു ഹഡ്സന്, ഹക്കീം ഹഡ്സന് ഒരു സാഹിത്യത്തിനോടുള്ള ഒരു ചെറിയ ഇഷ്ടം കൊണ്ട് മാത്രമാണ് നമ്മുടെ മിർസ ഗാലിബ് ഖാനെ എന്ത് ചെയ്ത് വെറുതെ വിട്ടത്. പക്ഷേ ബാക്കി എത്രയോ സാധാരണ ജനങ്ങൾ, ഈ പറഞ്ഞ സാഹിത്യമൊന്നും ഇല്ലാത്ത വെറും സാധാരണക്കാരായിട്ടുള്ള നിത്യജീവിതത്തിന് വേണ്ടി മാത്രം, ഉപജീവനത്തിന് ഓരോ ദിവസവും അന്നന്നത്തേക്കുള്ള അന്നത്തിന് മാത്രം വക കണ്ടെത്തിയിരുന്ന എത്രയോ ആൾക്കാർ അല്ലേ മരിച്ചിട്ടുണ്ടാവും. അവരെയൊക്കെ എന്ത് ചെയ്തു? തൂക്കിലേറ്റി ആര് കൊന്നൊടുക്കുകയും, തൂക്കിലേറ്റി കൊല്ലുകയും, അതുപോലെ വെടിവെച്ച് കൊല്ലുകയും, കുത്തി കൊല്ലുകയും ഒക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? പട്ടിണി കിടന്നു ഒക്കെ എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. तो बाकी हम अगले क्लास में बढ़ेंगे. धन्यवाद.